ഹലോ മൈ ഡിയേഴ്സ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോൾ ആ തിയറി ഉപയോഗിച്ച് എങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം, അതുപോലെ എങ്ങനെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാം, അതിൽ നിന്ന് ബോണ്ട് ഓർഡറും അതുപോലെ മാഗ്നറ്റിക് നേച്ചറും ഒക്കെ കണ്ടെത്താം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാം. നമുക്ക് ആദ്യം ഹൈഡ്രജനിൽ നിന്ന് തന്നെ തുടങ്ങാം. 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? ഈ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹൈഡ്രജൻ ആറ്റം ഇസ് 1. വാട്ട് അബൌട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ? ഹൈഡ്രജൻ മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 2 ഹൈഡ്രജൻ ആറ്റം ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും ഹൈഡ്രജൻ മോളിക്യൂൾ അല്ലേ? ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ 1 ഇലക്ട്രോൺ, സെക്കൻഡ് ഹൈഡ്രജൻ ആറ്റത്തിൽ 1 ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് 2. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ഈ 2 ഇലക്ട്രോണും നമുക്ക് ആദ്യത്തെ ഓർബിറ്റലായ മോളിക്കുലാർ ഓർബിറ്റലായ സിഗ്മ 1s തന്നെ കൊടുക്കാം അല്ലേ? അപ്പോൾ H2ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്, സിഗ്മ 1s2. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ? ആദ്യത്തെ മോളിക്കുലാർ ഓർബിറ്റലാണ് സിഗ്മ 1s. അതിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് കൊള്ളും. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ്റെ 2 ഇലക്ട്രോൺസും നമ്മൾ അതിൽ തന്നെ കൊടുത്തു, സിഗ്മ 1s2. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? നമുക്ക് എങ്ങനെ വരച്ചിരിക്കണം നോക്കൂ. ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റ്. അതുമായിട്ട് കൂടി ചേരുന്ന സെക്കൻഡ് ഹൈഡ്രജൻ ആറ്റമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ 1s ഓർബിറ്റലാണത്. ഇനി ഇത് രണ്ടും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റലാണ് സെൻറ്ററിൽ വരച്ചിരിക്കുന്നത് അല്ലേ? 2 1s ഓർബിറ്റൽസ്, ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം. അപ്പോൾ അത് കൊടുത്തു. എനർജി കുറവ് സിഗ്മ 1sനാണ്, എനർജി കൂടുതൽ സിഗ്മ സ്റ്റാർ 1sനാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ? മോളിക്ക് പോകും തോറുമാണ് എനർജി കൂടുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വരച്ച് പഠിക്കണം കേട്ടോ. ഈ ഹൈഡ്രജൻ ഏറ്റവും സിമ്പിളാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എളുപ്പമാവും. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. 2 സൈഡിൽ ആറ്റോമിക് ഓർബിറ്റൽസ് വരയ്ക്കുക, അതിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ടും ജോയിൻ ചെയ്താൽ വരുന്ന മോളിക്കുലർ ഓർബിറ്റൽസും വരയ്ക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s 1 ആണ്. അതായത് 1sൽ 1 ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള 1sൽ 1 ഇലക്ട്രോൺ വരച്ചു. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള 1s ഓർബിറ്റലിലും 1 ഇലക്ട്രോൺ വരച്ചു. അപ്പോൾ രണ്ടിലും 1s 1 ആയി അല്ലേ? അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റംസിൻ്റെ ഓർബിറ്റൽസ് കാണിച്ചു. ഇനി അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റൽസിൽ എത്ര ഇലക്ട്രോൺസ് കൊടുക്കണം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ആണ്. ആ 2 ഇലക്ട്രോണും നമ്മൾ എനർജി കുറഞ്ഞ സിഗ്മ 1sൽ തന്നെ കൊടുത്തു അല്ലേ? നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയത് അങ്ങനെയാണ്, സിഗ്മ 1s2. അപ്പോൾ സിഗ്മ 1sൽ 2 ഇലക്ട്രോൺസ് കൊടുത്തു, സിഗ്മ സ്റ്റാർ 1s വേക്കൻ്റ് ആയിട്ട് കിടക്കണതിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. 2sഉം 2p ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് 1s ഓർബിറ്റൽസ് മാത്രമാണ്. മനസ്സിലായോ? എത്രയും വരച്ചാൽ മതി. എന്നാൽ ഇനി നമുക്ക് ബോണ്ട് ഓർഡർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ എന്താ പഠിച്ചത്? NB - NA/2. അതെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഇവിടെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എങ്ങനെ തിരിച്ചറിയുക ഏതാ ബോണ്ടിങ് ഏതാ ആൻറ്റി ബോണ്ടിങ് എന്ന്? മുകളിൽ സ്റ്റാർ ഇട്ടിട്ടുള്ളത് ആൻറ്റി ബോണ്ടിങ്ങും സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ്ങും ആണ് അല്ലേ? അപ്പോൾ ഇവിടെ സിഗ്മ 1s2, സിഗ്മ 1sലാണ് 2 ഇലക്ട്രോൺസ് ഉള്ളത്. അതെന്ത് ഓർബിറ്റിലാണ്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലാണ്. ഇവിടെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഉണ്ടോ? സിഗ്മ സ്റ്റാർ 1sൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല അല്ലേ? അതായത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല. Therefore ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു 2 - 0/2. 2 - 0/2 എത്ര കിട്ടും? 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ നമുക്ക് 1 ആണെന്നാണ് കിട്ടിയത്. ഇനി ആ ബോണ്ട് ഓർഡറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഹൈഡ്രജനെ പറ്റിയിട്ട്? ബോണ്ട് ഓർഡർ ഇവിടെ കിട്ടിയത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. മറക്കരുത്, ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ബോണ്ട് ഓർഡർ നെഗറ്റീവോ 0 ആണെങ്കിൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണ്. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഹൈഡ്രജൻ ഈസ് എ സ്റ്റേബിൾ മോളിക്യൂൾ.
അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ബോണ്ട് ഓർഡർ നമുക്ക് 1 എന്നാണ് കിട്ടിയത് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് ഹൈഡ്രജൻ ആറ്റംസിൽ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ബോണ്ട് വഴിയാണ് നമുക്ക് മനസ്സിലാക്കാം. 2 ഹൈഡ്രജൻ ആറ്റംസ് ആർ ബോണ്ടഡ് ബൈ സിംഗിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ സിംഗിൾ ബോണ്ടാണ്, ബോണ്ട് ഓർഡർ 2 ആണെങ്കിൽ ഡബിൾ ബോണ്ടാണ്, ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഹൈഡ്രജൻ്റെ കേസിൽ ഉള്ളത് എന്ത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ടാണ്. ഇനി നമുക്ക് മാഗ്നറ്റിക് നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒരു മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക? എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്. നമ്മൾ മോളിക്യൂലർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. സിഗ്മ 1sലുള്ള 2 ഇലക്ട്രോൺസും പെയർഡ് ആണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഇസ് എ ഡയാമാഗ്നറ്റിക് മോളിക്യൂൾ. ഇതുപോലെ ഏതൊരു മോളിക്യൂളിൻ്റെയും മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ എഴുതാനായിട്ട് സാധിക്കണം കേട്ടോ. നമുക്കിനി അടുത്ത മോളിക്യൂളിലേക്ക് പോയാലോ. നെക്സ്റ്റ് വൺ ഹീലിയം മോളിക്യൂൾ. ഹീലിയം ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാം 1s2 ആണ് അല്ലേ. ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹീലിയം ആറ്റത്തിൻ്റെ 1s2. അപ്പോൾ ഹീലിയം മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഹീലിയം ആറ്റംസ് ചേർന്ന് വരുന്നതാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹീലിയം മോളിക്യൂൾ എത്രയായിരിക്കും? 2 + 2 4. ഒരു ഹീലിയം ആറ്റത്തിൻ്റെ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഹീലിയം ആറ്റത്തിൻ്റെ 2 ഇലക്ട്രോൺ. അപ്പോൾ മൊത്തം ഹീലിയം മോളിക്യൂളിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 4 ഇലക്ട്രോൺസിനെ നമുക്ക് ഹീലിയത്തിൻ്റെ മോളിക്യുലർ ഓർബിറ്റലിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഒന്ന് എഴുതി നോക്കൂ. ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലായ സിഗ്മ 1sൽ 2 ഇലക്ട്രോൺ, പിന്നെ ഇനി അടുത്തത് എവിടെ കൊടുക്കണം? സിഗ്മ സ്റ്റാർ 1sൽ 2 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹീലിയം മോളിക്യൂൾ ഈസ് സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2. അപ്പോൾ അതിൻ്റെ മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രാം ഒന്ന് നമുക്ക് നോക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 2 സൈഡിൽ കാണിച്ചിരിക്കുന്നതും 2 ഹീലിയം ആറ്റത്തിൻ്റെ പിന്നെ ആറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഓരോ 1s ഓർബിറ്റലിലും 2 ഇലക്ട്രോൺസ് വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു സൈഡിൽ 1s2 കൊടുത്തു, രണ്ടാമത്തെ ഹീലിയം ആറ്റത്തിൻ്റെ സൈഡിലും 1s2 എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന മോളിക്യുലർ ഓർബിറ്റൽസ് ആണ് സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം. അപ്പോൾ ടോട്ടൽ 2 + 2 4 ഇലക്ട്രോൺസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ആദ്യം 2 ഇലക്ട്രോൺ സിഗ്മ 1sൽ ഫില്ല് ചെയ്തു, പിന്നീട് ബാക്കിയുള്ള 2 ഇലക്ട്രോൺ നമ്മൾ സിഗ്മ സ്റ്റാർ 1sൽ ഫില്ല് ചെയ്തു. എങ്ങനെ മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഹീലിയം മോളിക്യൂളിൻ്റെ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഈ ഹീലിയം മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? NB - NA/2 അല്ലേ. ഇവിടെ എത്രയുണ്ട്? ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 2. ആൻറ്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലോ 2 അല്ലേ. നമ്മൾ ശ്രദ്ധിക്കണം, സ്റ്റാർ ഉള്ളത് ആൻറ്റി ബോണ്ടിങ്ങും സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ്ങുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 - 2/2. അപ്പോൾ എത്ര കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ എന്താ പറ്റിയത്? ഹീലിയം മോളിക്യൂളിൻ്റെ കേസിലെ മോളിക്യൂൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? സിൻസ് ദ ബോണ്ട് ഓർഡർ ഹിയർ ഇസ് 0, ഹീലിയം മോളിക്യൂൾ ഇസ് an unstable molecule. അപ്പോൾ ഹീലിയം അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മളതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയറിനൊക്കെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത്തിനെ പറ്റിയിട്ടോ ഒന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനത്തെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല, അങ്ങനത്തെ ഒരു മോളിക്യൂൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയണ്ട കേട്ടോ. നമുക്കിനി അടുത്ത മോളിക്യൂളിലേക്ക് പോവാം. ലിഥിയം മോളിക്യൂൾ. ലിഥിയം ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതുക. ആറ്റത്തിൻ്റെ ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതിയേ 1s2 2s1 അല്ലേ. ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1. അപ്പോൾ നമുക്ക് ഒരു ലിഥിയം ആറ്റത്തിൻ്റെ അടുത്ത് 3 ഇലക്ട്രോൺ ഉണ്ട്, സെക്കൻഡ് ലിഥിയം ആറ്റത്തിൻ്റെ അടുത്ത് 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ലിഥിയം മോളിക്യൂൾ ഇസ് 6. അപ്പോൾ ഈ 6 ഇലക്ട്രോൺസ് എങ്ങനെ നമുക്ക് ലിഥിയം മോളിക്യൂളിൻ്റെ മോളിക്യുലർ ഓർബിറ്റൽസിൽ അറേഞ്ച് ചെയ്യാം? ആദ്യം നമുക്ക് 2 ഇലക്ട്രോൺസ് ഏറ്റവും കുറഞ്ഞ എനർജിയുള്ള സിഗ്മ 1sന് കൊടുത്തു അല്ലേ. അപ്പോൾ സിഗ്മ 1s2. പിന്നെ ബാക്കി ഇനിയുണ്ട് 4 ഇലക്ട്രോൺ. അടുത്ത 2 ഇലക്ട്രോൺ അവിടെ കൊടുത്തു സിഗ്മ സ്റ്റാർ 1sൽ. അപ്പോൾ സിഗ്മ സ്റ്റാർ 1s2 എന്നായി. ഇനിയും ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്, അതിനേക്കാൾ ഹയർ എനർജി ലെവലായ സിഗ്മ 2sന് കൊടുത്തു. അപ്പോൾ സിഗ്മ 2s2 എന്നായി. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലിഥിയം മോളിക്യൂളിനെ എങ്ങനെ എഴുതും? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2. നമുക്കിതിൻ്റെ മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇത് നേരത്തെ കണ്ട പോലെ അത്ര ഇങ്ങോട്ട് സിമ്പിളല്ല. 1s ഓർബിറ്റൽസിന് പുറമെ ഇവിടെ 2s ഓർബിറ്റൽസും കൂടി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു സൈഡിൽ ഒരു ലിഥിയം ആറ്റത്തിൻ്റെ 1sഉം 2sഉം ഓർബിറ്റൽസ് വരച്ചിട്ടുണ്ട്.
മറ്റേ സൈഡിൽ സെക്കൻഡ് ലിഥിയം ആറ്റത്തിൻ്റെ 1s 2s ഓർബിറ്റൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 1s 2 ഇലക്ട്രോൺസും 2s 1 ഇലക്ട്രോണും അതും രണ്ട് സൈഡിലും കാണിക്കണം. ഇനി അത് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റൽസ് എനർജിയുടെ ഓർഡറിലാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും എനർജി കുറവ് സിഗ്മ 1s, പിന്നെ സിഗ്മ സ്റ്റാർ 1s, പിന്നെ രണ്ട് 2s ഓർബിറ്റൽ കൂടി ചേർന്ന സിഗ്മ 2s, അതിനേക്കാൾ എനർജി കൂടിയ സിഗ്മ സ്റ്റാർ 2s. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തിയാൽ മതി. ആദ്യം 2 ഇലക്ട്രോൺ സിഗ്മ 1s കൊടുത്തു, പിന്നെ 2 ഇലക്ട്രോൺ സിഗ്മ സ്റ്റാർ 1s കൊടുത്തു, ബാക്കി 2 കൂടിയുണ്ട് അത് സിഗ്മ 2s കൊടുത്തു. ഇത്രയേ ഉള്ളൂ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. നമുക്കിനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ is equal to NB minus NA/2. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ is equal to എത്ര ഉണ്ട്, സിഗ്മ 1s 2 ഉണ്ട്, സിഗ്മ 2s 2 ഉണ്ട്. ശ്രദ്ധിക്കണേ, സ്റ്റാർ ഇല്ലാത്തതെല്ലാം ബോണ്ടിങ്ങും സ്റ്റാർ ഉള്ളതെല്ലാം ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. അപ്പോൾ ഇവിടെ സിഗ്മ 1s 2 ഇലക്ട്രോൺസ് ഉണ്ട്, സിഗ്മ 2s 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ is equal to 4. ഇനി മൈനസ് സിഗ്മ സ്റ്റാറിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 4 - 2/2 ദാറ്റ് is equal to 1. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ലിഥിയം ഒരു സ്റ്റേബിൾ മോളിക്യൂളാണ്. പിന്നെ ബോണ്ട് ഓർഡർ എന്ന് വേറെ എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ? ബോണ്ട് ഓർഡർ 1 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ലിഥിയം ആറ്റംസിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ട് വഴിയാണ്. ഇനി മാഗ്നറ്റിക് നേച്ചറിനെ പറ്റി എന്താ പറയാൻ പറ്റുക? ഇവിടെ നമ്മൾ കണ്ടു മോളിക്കുലർ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആണ് അല്ലേ, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. ഇനി അടുത്ത മോളിക്യൂൾ ബെറീലിയം, അത് കഴിഞ്ഞ ബോറോൺ. നമ്മളൊരു കാര്യം ചെയ്യണം, സ്വന്തമായിട്ട് ലിഥിയം മോളിക്യൂൾ കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ ബെറീലിയത്തിൻ്റെയും ബോറോണിൻ്റെയും പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതേപോലെ തന്നെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റേബിൾ ആണോ അതോ അൺസ്റ്റേബിൾ ആണോ, മാഗ്നറ്റിക് നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബൺ മോളിക്യൂളാണ്. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക, 1s2 2s2 2p2. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ കാർബൺ മോളിക്യൂൾ എത്രയാണ് വരിക? 12 വരും അല്ലേ. 2 കാർബണിലെയും കൂടി 12 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്തു? നമ്മൾ 8 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു അല്ലേ. ഇനി 4 കൂടിയുണ്ട്. ഇനി അടുത്ത ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 14 ഇലക്ട്രോൺസ് വരെ ഉണ്ടാകുമ്പോൾ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞാൽ അടുത്ത എങ്ങോട്ടാ ഇലക്ട്രോൺ പോവുക? π2px = π2py അല്ലേ. അപ്പോൾ അടുത്ത ഇലക്ട്രോൺസ് π2px ഒരു ഇലക്ട്രോൺ പോവും, π2py ഒരു ഇലക്ട്രോൺ പോവും, പിന്നെയും ബാക്കി 2 ഉണ്ട്. അതുകൊണ്ട് π2px പെയർ ചെയ്യാം, π2py പെയർ ചെയ്യാം. അപ്പോൾ π2px π2py അങ്ങനെ കംപ്ലീറ്റ്ലി ഫിൽഡായി കേട്ടോ. നമ്മൾ ഹൺസ് റൂളൊന്നും മറക്കരുത്. അതായത് ഹൺസ് റൂൾ പ്രകാരം നമുക്കറിയാം ഒരേപോലെയുള്ള എനർജിയിൽ ഓർബിറ്റൽസ് ആണെങ്കിൽ സിംഗിളി ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം മാത്രമേ പെയറിങ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ റൂളൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്താനായിട്ട് കേട്ടോ. ഇനി നമുക്ക് കാർബൺ മോളിക്യൂളിൻ്റെ മോളിക്യുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ 2s ഓർബിറ്റിൽ വെച്ചിട്ടുള്ളത് മാത്രമേ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ 1s ഓർബിറ്റിൽ കഴിഞ്ഞിട്ട് വേണം 2s വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 2s-ഉം 1s-ൻ്റെ ഒക്കെ ഫില്ലിങ്ങിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് 2p-യിലേക്ക് കിടക്കാം. 2p-യിലെ ഏറ്റവും എനർജി കുറഞ്ഞ് π2px-ഉം π2py-യും വരച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് സിഗ്മ 2p സെറ്റ്. ഇത് വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ആകെ 4 ഇലക്ട്രോൺ ആണ് 2p-യിലുള്ളത്. ആ 4 ഇലക്ട്രോൺസ് നമ്മൾ π2px-ലും π2py-ലും കൊടുത്തു. ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് വരച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ കാർബൺ മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ എത്രയാണ് വരിക? സ്റ്റാർ ഇല്ലാത്തത് എത്ര ഉണ്ടാവും? ഫുള്ള് കൗണ്ട് ചെയ്യുക. അപ്പോൾ സിഗ്മ 1s 2, സിഗ്മ 2s 2, പിന്നെ π2px-ലും π2py-ലും 2 വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 8 ഇലക്ട്രോൺസ് വരും ബോണ്ടിങ്ങിൽ അല്ലേ. മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4. അപ്പോൾ 8 - 4/2 ദാറ്റ് is equal to 2. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് മോളിക്യൂൾ സ്റ്റേബിളാണ്. പിന്നെ ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ഡബിൾ ബോണ്ടാണ് കാർബൺ ആറ്റംസിൻ്റെ ഇടയിലുള്ളത്. പിന്നെ മാഗ്നറ്റിക് നേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആയതുകൊണ്ട് കാർബൺ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നൈട്രജൻ മോളിക്യൂൾ നോക്കാം.
നൈട്രജൻ ആറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. അതുപോലെ നൈട്രജൻ മോളിക്യൂൾ ആകുമ്പോഴുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതി നോക്കുക. എഴുതിയില്ലേ? അപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലേ? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px2 ഈക്വൽ ടു പൈ 2py2, സിഗ്മ 2pz2. ഇവിടെ നമ്മൾ ആ ഓർഡർ മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ? 14 ഇലക്ട്രോൺസ് 14 വരെ ഇത് തന്നെയാണ് ഓർഡർ. അപ്പോൾ ഇവിടെ 14 ഇലക്ട്രോൺസ് ആണ് നൈട്രജൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഓർഡർ തന്നെ മതി, ഓർഡർ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രം ഒന്ന് നോക്കാം. 1sൻ്റെയും 2sൻ്റെയും മോളിക്കുലർ ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുന്നതിൽ ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, നമ്മളിതുവരെ ചെയ്തതാണ്. ഇനി 2pയുടെ ആദ്യം പൈ 2pxും പൈ 2pyയും ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി 2 ഇലക്ട്രോൺസ് കൂടി ഉണ്ട്, അത് നമ്മൾ സിഗ്മ 2pzൽ കൊടുത്തു അല്ലേ? നമുക്ക് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു NB മൈനസ് NA/2. അപ്പോൾ നമുക്ക് 10 - 4/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെയും ബോണ്ട് ഓർഡർ ഒരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. പിന്നെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നൈട്രജൻ ആറ്റംസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ ബോണ്ട് വഴിയാണ്. ഇനി മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഇവിടെ എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ് അല്ലേ? ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നൈട്രജൻ ഡയാമാഗ്നറ്റിക് ആണ്. ഇനി നമുക്ക് ഓക്സിജൻ മോളിക്യൂൾ നോക്കാം. ഓക്സിജൻ ആറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓക്സിജൻ മോളിക്യൂൾ എത്രയാണ്? 16 വരും. 8 + 8 16. അപ്പോൾ ഇത് 14 ഇലക്ട്രോൺസിന് മുകളിലുള്ള ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തു വന്ന എനർജിയുടെ ഓർഡർ അല്ല. നമ്മൾ പറഞ്ഞു സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞാൽ സിഗ്മ 2pz ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ പൈ 2pxും പൈ 2pyയും ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അത് മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ നൈട്രജൻ വരെ എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. നൈട്രജൻ മോളിക്യൂൾ വരെ അല്ലെങ്കിൽ 14 ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് വരെ മാത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ ആ ഒരു ഓർഡർ ഫോളോ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ 2pz കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൈ 2pxും പൈ 2pyയും ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഓർഡർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഈ 16 ഇലക്ട്രോൺസ് നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇങ്ങനെ കിട്ടും സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, അത് കഴിഞ്ഞിട്ട് പൈ 2px2 ഈക്വൽ ടു പൈ 2py2, അത് കഴിഞ്ഞിട്ട് പൈ സ്റ്റാർ 2px1 ഇസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py1. മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരിക അല്ലേ? ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സിഗ്മ 2pz കഴിഞ്ഞിട്ട് നമ്മൾ പൈ 2pxും പൈ 2pyയും ഫില്ല് ചെയ്തു. അതും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതിനു ശേഷം നമ്മൾ പൈ സ്റ്റാർ 2pxലേക്ക് പോയി അവിടെ ഒരു ഇലക്ട്രോണിന് കൊടുത്തു. ബാക്കി ഒരു ഇലക്ട്രോണും കൂടി ഉണ്ട്. അതെന്ത് ചെയ്യണം? ഹൺസ് റൂൾ അനുസരിച്ച് അവിടെ പെയറിങ് ചെയ്യാൻ പാടില്ല അല്ലേ? ഒരേ എനർജിയുള്ള മറ്റൊരു ഓർബിറ്റിൽ അവിടെ പൈ 2py ഉള്ളതുകൊണ്ട് അവിടേക്കാണ് നമ്മൾ സെക്കൻഡ് ഇലക്ട്രോൺ കൊടുത്തത്. ക്ലിയർ അല്ലേ? പറഞ്ഞത് ഡൗട്ടൊന്നുമില്ലല്ലോ? ഇത് നോക്കൂ എന്നിട്ട് പറയൂ, ഇതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ എന്തായിരിക്കും ഓക്സിജൻ മോളിക്യൂളിൻ്റെ? ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? പൈ സ്റ്റാർ 2pxലും പൈ സ്റ്റാർ 2pyയിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ജോഡി ഇല്ലാത്ത ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഓക്സിജൻ മോളിക്യൂൾ എന്താണ്? പാരാമാഗ്നറ്റിക് നേച്ചറാണ് ഓക്സിജൻ ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഒരു മോളിക്കുലർ ഓർബിറ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. ഈ മോളിക്കുലർ ഓർബിറ്റിലായ പൈ സ്റ്റാർ 2pxലും പൈ സ്റ്റാർ 2pyയിലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇത് ഓർക്കാൻ ഒരു വഴിയുണ്ട്. പാര അല്ലേ? പാര എപ്പോഴാണ് പാരയാവുക എന്നറിയോ? ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ പാരയാവുള്ളൂ. ഒരുമിച്ച് നിൽക്കുമ്പോൾ പാരയാവില്ല. ജോഡി ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് പാരയാവുക കേട്ടോ. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്, എല്ലാം പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. അപ്പോൾ ഓക്സിജൻ ഒരു പാരാമാഗ്നറ്റിക് മോളിക്യൂളാണ്. ഇപ്പോൾ ഓക്സിജൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ 10 ആണ്. ആൻറ്റി ബോണ്ടിങ്ങിൽ 6 ആണ്. ദെർഫോർ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു 10 - 6/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആയതുകൊണ്ട് മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. പിന്നെ ഇവിടെ 2 ആണ് നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടിയതുകൊണ്ട് ഇവിടെ 2 ഓക്സിജൻ ആറ്റംസിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഡബിൾ ബോണ്ട് വഴിയാണെന്നും മനസ്സിലാക്കാം. പിന്നെ മാഗ്നറ്റിക് നേച്ചർ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഓക്സിജൻ മോളിക്യൂള് പാരാമാഗ്നറ്റിക് ആണ്. ഇനി നമുക്ക് O2+, ഓക്സിജൻ മോളിക്യൂളിൻ്റെ അയോണാണ്. O2+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നോക്കാം. പ്ലസ് ചാർജ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എന്താ അതിൻ്റെ അർത്ഥം? ഒരു ഇലക്ട്രോൺ കുറവാണ് അല്ലേ? ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് പ്ലസ് ചാർജ് വരുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ മോളിക്യൂളിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കളഞ്ഞാൽ നമുക്ക് O2+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായി. ആ ഒരു ഇലക്ട്രോൺ നമുക്ക് എവിടെ നിന്ന് കളയാം?
പൈ സ്റ്റാർ 2p വൈയിൽ ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. O2 പ്ലസ് ആകുമ്പോൾ പൈ സ്റ്റാർ 2px1 ഇസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py 0 എന്നാണ് വരിക. ഇവിടെ വൈയിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, കാരണം ആ ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് O2 പ്ലസ് ആവുന്നത്. അതുപോലെ O2 മൈനസ് ആകുമ്പോൾ എങ്ങനെ വ്യത്യാസം വരിക? O2 മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജ് എപ്പോഴാണ് വരെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വരുമ്പോൾ അല്ലേ. അപ്പോൾ O2 മൈനസ് ആകുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എന്ത് വരും? ഒരു ഇലക്ട്രോണും കൂടി എക്സ്ട്രാ വരും. ആ ഒരു ഇലക്ട്രോൺ നമ്മൾ എവിടെ ആഡ് ചെയ്യേണ്ടതെന്നറിയോ? എവിടെ വരും? പൈ സ്റ്റാർ 2pxൽ ഒരു ഇലക്ട്രോണും കൂടി വരും, അത് പെയർഡ് ആവും അല്ലേ. അപ്പോൾ പൈ സ്റ്റാർ 2px2 പൈ സ്റ്റാർ 2py1 എന്നാണ് O2 മൈനസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. കുറച്ച് നേരത്തെ ഞാനൊരു ഹോംവർക്ക് തന്നിരുന്നു. ബെറിലിയം മോളിക്യൂളും അതുപോലെ ബോറോൺ മോളിക്യൂളിൻ്റെയും മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാനും അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? O2 പ്ലസ്, O2 മൈനസ്, O2 2 പ്ലസ്, O2 2 മൈനസ്, ഈ 4 കൂടി മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതാം. ഒരു പണിയും കൂടിയുണ്ട്. ഈ O2ൻ്റെയും O2 പ്ലസിൻ്റെയും O2 2 പ്ലസിൻ്റെയും O2 2 മൈനസിൻ്റെയും ബോണ്ട് ഓർഡേഴ്സ് കമ്പയർ ചെയ്തിട്ട് അതിൽ ആരായിരിക്കും കൂടുതൽ സ്റ്റേബിൾ, ആരുടെയാണ് ബോണ്ട് ലെങ്ത് കൂടുതൽ, അതുപോലെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബോണ്ട് ഓർഡർ കൂടുന്തോറും എന്ത് സംഭവിക്കും? ബോണ്ട് ലെങ്ത് കുറയും അല്ലേ. മാത്രമല്ല ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്, ഹൈഡ്രജൻ ബോണ്ടിങ്. The attractive force between hydrogen atom and electronegative atoms like fluorine, oxygen or nitrogen is called hydrogen bond. അതായത് ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ആയ ഫ്ലൂറിൻ, ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ ഇവയുമായിട്ടുള്ള ഹൈഡ്രജൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലൂറിൻ, ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ, ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരു ആളുമായിട്ട് ഹൈഡ്രജൻ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ H2O, HF, NH3 എക്സെട്ര. ഇതിലൊക്കെ ഹൈഡ്രജൻ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടാണുള്ളത്, ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ആദ്യം നമുക്ക് ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് നോക്കാം. If the hydrogen bond is formed between 2 different molecules, it is called intermolecular hydrogen bond. അതായത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായിരിക്കുന്നത് 2 വ്യത്യസ്ത തന്മാത്രകൾക്കിടയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ HF മോളിക്യൂൾ നോക്കി നോക്കൂ. ഇവിടെ ഈ 2 HF മോളിക്യൂളുകൾക്കിടയിലാണ് ഈ ഹൈഡ്രജൻ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു HF മോളിക്യൂളാണിത്, ഇത് മറ്റൊരു HF മോളിക്യൂളാണ്. അപ്പോൾ ഇതിലെ ഹൈഡ്രജൻ ആറ്റവും അടുത്ത മോളിക്യൂളിലെ ഫ്ലൂറിനും തമ്മിലാണ് അട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെ 2 മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അടുത്തത് എന്താണ്? ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതെന്താ നോക്കാം. If the bond is formed between the same molecule, it is called intramolecular hydrogen bond. അതായത് ഒരു മോളിക്യൂളിനുള്ളിൽ തന്നെ ഹൈഡ്രജൻ ആറ്റവും ഈ പറഞ്ഞ 3 ആൾക്കാരിൽ ആരെങ്കിലുമായിട്ടുള്ള അട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളിനുള്ളിൽ തന്നെയുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നും, 2 വ്യത്യസ്ത മോളിക്യൂൾസിൻ്റെ ഇടയിലാണ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നും പറയും. അപ്പോൾ നമുക്ക് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓർത്തോ നൈട്രോഫീനോൾ. ഓർത്തോ നൈട്രോഫീനോൾ എന്ന് പറയുന്ന ഈ മോളിക്യൂളിനുള്ളിൽ തന്നെയുള്ള ഒരു ഓക്സിജൻ ആറ്റവും ഈ ഹൈഡ്രജനും തമ്മിലാണ് ഇവിടെ അട്രാക്ഷൻ ഉള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഒരു മോളിക്യൂളിനുള്ളിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് ഒരുപാട് ആപ്ലിക്കേഷൻസും കോൺസിക്വൻസസ് ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള കോമ്പൗണ്ട്സിൻ്റെയൊക്കെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും വളരെ ഹൈ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് ഒരുപാട് എനർജി കൊടുത്താലേ അവരുടെ ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലാതാക്കിയത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും വളരെ ഹൈ ആവുന്നത്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹൈഡ്രജൻ ബോണ്ട്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. ഈ മറ്റൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഓക്സിജനും സൾഫറും ഒരേ ഗ്രൂപ്പിൽപ്പെട്ട അംഗങ്ങളാണ് അല്ലേ. 16ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആണ് ഓക്സിജനും സൾഫറും. ഇവർ രണ്ടുപേരെയും ഹൈഡ്രൈഡ്സ് ആണ്. ഓക്സിജൻ്റെ ഹൈഡ്രൈഡാണ് H2O, സൾഫറിൻ്റെ ഹൈഡ്രൈഡാണ് H2S.
പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം H2O ഒരു ലിക്വിഡാണ്, H2S ഗ്യാസ് ആണ്. H2O ഈസ് എ ലിക്വിഡ് ആൻഡ് H2S ഈസ് എ ഗ്യാസ്. അതിനുള്ള കാരണം എന്താ നമ്മൾ പറയണമെന്നറിയോ? H2Oയിൽ ഹൈഡ്രജൻ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചും കൂടി ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ടാണ് H2O ലിക്വിഡ് ആയത്. H2Sൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. അതുകൊണ്ട് അവർ കുറേയും കൂടി അകന്നകന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണത് ഗേഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസിക്വൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിരവധി പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം ഒന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.